നമസ്കാരം. ആദ്യമായിട്ട് തന്നെ ആദ്യമായി ഈ 725ഓളം സ്റ്റോറിക്കിടയിൽ ആദ്യമായിട്ട് പറയുകയാണ്. ഈ എപ്പിസോഡ് ഫുൾ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. അതിൽ സിനിമാ രാഷ്ട്രീയമുള്ളതുകൊണ്ടാണ് ഈ എപ്പിസോഡ് ചെയ്തത്. സിനിമാ ചരിത്രം അല്ലെങ്കിൽ കേരള സിനിമാ രാഷ്ട്രീയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഈ എപ്പിസോഡ് കണ്ടാൽ മതി എന്ന് ഞാൻ പറയും. നിങ്ങളിങ്ങനെ പ്രേമൻ്റെയൊക്കെ ഫോട്ടോ വെച്ചേക്കുന്ന കണ്ടപ്പോൾ വിചാരിച്ച് വേറെ എന്തോണ് പറയാൻ പോകണം, നിങ്ങൾ രാഷ്ട്രീയമാണല്ലോ ഫുൾ പറഞ്ഞതെന്ന് പറയരുത്. അങ്ങനെ രാഷ്ട്രീയം കേൾക്കാൻ താല്പര്യമില്ല, സത്യസന്ധമായ രാഷ്ട്രീയ നിരീക്ഷണം കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഈ എപ്പിസോഡ് കാണാതിരിക്കുക. അത്തരക്കാർ. സഖാവ് ടി.കെ. രാമകൃഷ്ണനെ കേരളത്തിലെ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. സഖാവ് ടി.കെ. രാമകൃഷ്ണനും സഖാവ് എം.എ. ബേബിയും ഇരുന്ന സാംസ്കാരിക വകുപ്പിൻ്റെ തലവനായി സജി ചെറിയാൻ എന്ന ട്രേഡ് യൂണിയനിസ്റ്റ് വരുന്നു എന്നറിഞ്ഞപ്പോഴേ ഈ വകുപ്പ് കുളമാകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മറ്റുള്ളവർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ഉറപ്പായിരുന്നു. അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹത്തെ പിടിച്ച് കടലും കടലാടിയുടെയും വ്യത്യാസം അറിഞ്ഞാത്ത സാംസ്കാരിക വകുപ്പിൽ കൊണ്ടിരുത്തിയാൽ അത് ചച്ചളമാവും. എന്തുകൊണ്ടാണ് പിണറായി അങ്ങനെ വീതിച്ചു കൊടുത്തതെന്ന് എനിക്കറിയില്ല. ഇവിടെ എം.പി. രാജേഷ് ഉണ്ട്, അല്ലെങ്കിൽ പഴയ വായനക്കാരനുള്ള നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ്, അവർക്ക് കൊടുക്കാമായിരുന്നു, അവർക്ക് റിയാസിന് കൊടുക്കാമായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്യാതെ ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് സിനിമാ വകുപ്പെടുത്ത് കൊടുത്ത, സാംസ്കാരിക വകുപ്പെടുത്ത് കൊടുത്തതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ ആദ്യത്തെ ബാലറ്റ് പേപ്പറിലൂടെ ലോകത്ത് തന്നെ ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സർക്കാരാണല്ലോ EMSൻ്റെ. ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരമേറ്റ 1957 മന്ത്രിമാരെ പറ്റി സഖാവ് പിണറായി വിജയൻ ആലോചിച്ചിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സജി ചെറിയാന് സിനിമാ വകുപ്പ് സാംസ്കാരിക വകുപ്പും കൊടുക്കില്ലായിരുന്നു. അത്രയ്ക്ക് കൃത്യതയോടെയാണ് EMSൻ്റെ ആദ്യത്തെ മന്ത്രിസഭ വന്നത്. സി അച്യുതമേനോനായിരുന്നു, പിന്നെ മുഖ്യമന്ത്രിയായ സി അച്യുതമേനോനായിരുന്നു ധനകാര്യമന്ത്രി. KP ഗോപാലനായിരുന്നു വ്യവസായ വകുപ്പ്. KR ഗൗരിയമ്മയായിരുന്നു റവന്യൂ വകുപ്പ്. ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു, അല്ലെങ്കിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ്. KV തോമസ് ആയിരുന്നു തൊഴിൽ വകുപ്പും ഗതാഗതവും. VR കൃഷ്ണയ്യർ എന്ന് പറഞ്ഞ ഇന്ത്യ കണ്ട വലിയ ചീഫ് ജസ്റ്റിസായ VR കൃഷ്ണയ്യരായിരുന്നു നിയമവകുപ്പ്, വൈദ്യുതി, ഇറിഗേഷൻ, ജയിലൊക്കെ കൈകാര്യം ചെയ്തത്. അതിൽ നിയമം അണ്ടർലൈനിട്ട് കേൾക്കുക. VR കൃഷ്ണയ്യർ അങ്ങനെ നന്നായിട്ട് ഭരിച്ച വകുപ്പായിരുന്നു നിയമം. ഡോക്ടർ AR മേനോൻ, അദ്ദേഹമായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. അല്ലാതെ ഒരു ട്രേഡ് യൂണിയൻ നേതാവിനല്ല EMS ആരോഗ്യവകുപ്പ് കൊടുത്തത്, ഡോക്ടർക്ക് തന്നെ കൊടുത്തു. KC ജോർജിന് ഭക്ഷ്യവും വനം വകുപ്പ്. TM മജീദായിരുന്നു പൊതുവിഭാഗം. പ്രൊഫസറായ മനുഷ്യൻ മുണ്ടശ്ശേരി മാഷ് വിദ്യാഭ്യാസം. നിയമവിദഗ്ധനായ VR കൃഷ്ണയ്യർ നിയമം. ഡോക്ടറായ AR മേനോൻ ആരോഗ്യം. ട്രേഡ് യൂണിയൻ നേതാവായ TV തോമസിന് തൊഴിൽ. 2 വർഷക്കാലമേ ആ മന്ത്രിസഭയ്ക്ക് ഭരിക്കാൻ സാധിച്ചുള്ളൂ. എങ്കിലും കിട്ടിയ സമയം ഈ മന്ത്രിസഭ പലതും ചെയ്തു ജനത്തിനായി. കോൺഗ്രസ് ഭരണകാലത്ത് TM ജേക്കബ് എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്നു. പിന്നെ സ്വന്തമായി കേരള കോൺഗ്രസ് ഉണ്ടാക്കിയ TM ജേക്കബ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി. ഒരു കേരള കോൺഗ്രസ്സുകാരനിൽ നിന്നും പ്രതീക്ഷിക്കാനാവാത്ത പ്രകടനം അദ്ദേഹം സാംസ്കാരിക വകുപ്പിൽ നടപ്പാക്കി. UDFൻ്റെ നല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നു TM ജേക്കബ്. പിന്നെ UDFിൽ നിന്നും സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തത് ഒന്ന് G കാർത്തികേയനും മറ്റൊന്ന് നമ്മുടെ ഗണേഷ് കുമാറുമായിരുന്നു. 2 പേരും സ്കോർ ചെയ്തു എന്ന് തന്നെ പറയാം. ശരിക്കും T.K. രാമകൃഷ്ണനാണ് നമ്മളെ ഞെട്ടിച്ചത്. അദ്ദേഹത്തോളം പ്രായമുള്ള P. ഗോവിന്ദപിള്ളയെ KSFDCയുടെ ചെയർമാനും ഒരു മോഹൻലാൽ, IFS ആണോ IAS ആണെന്നുള്ള ഒരു മോഹൻലാലിനെ സെക്രട്ടറിയുമാക്കി. T.K. രാമകൃഷ്ണൻ നന്നായി സിനിമയെ ശ്രദ്ധിച്ചു. തിയേറ്ററിൽ വരുന്നത് ഇക്കാലത്താണ്, കലാഭവൻ, കൈരളി, ഷീയൊക്കെ. ഒരു കാര്യത്തിനിറങ്ങിയാൽ നന്നായി പൂർത്തിയാക്കുന്ന KB ഗണേഷ് കുമാർ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായപ്പോൾ കേരളത്തിലെ മൂത്രപ്പുരയെ നാണിക്കുന്ന തരത്തിലുണ്ടായിരുന്ന തിയേറ്റർ സംസ്കാരത്തെ തന്നെ തച്ചുടച്ച് ഹൈടെക് തിയേറ്ററുകളായി കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും മാറ്റേണ്ടി വന്നു. ഇപ്പം ലിബർട്ടി ബഷീറൊക്കെ അതൊന്നും നടക്കൂല എന്നൊക്കെ പറഞ്ഞെങ്കിലും
സർക്കാരിൻ്റെ തിയേറ്ററുകൾ മുഴുവൻ ഹൈടെക് ആയപ്പോൾ ഈ സ്വകാര്യ തിയേറ്റർ മുതലാളിമാർക്കും തങ്ങളുടെ തിയേറ്റർ നന്നാക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അത് ഗണേശൻ്റെ പിടിവാശി തന്നെയായിരുന്നു. പിണറായി വിജയൻ്റെ 10 വർഷത്തെ എന്താ പറയുക സാംസ്കാരിക വകുപ്പ് മന്ത്രിമാർ എന്തു ചെയ്തു എന്ന് നമ്മളൊന്ന് പിന്നോക്കം തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. AK ബാലനും സജി ചെറിയാനും. BSൻ്റെ കാലത്ത് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്തത് സഖാവ് MA ബേബി ആയിരുന്നു. ഒന്നുമില്ലെങ്കിലും കലാകാരന്മാർക്കായി സാംസ്കാരിക ക്ഷേമനിധിയെങ്കിലും അദ്ദേഹം ഉണ്ടാക്കി. 4000 രൂപ പെൻഷൻ കിട്ടുന്നൊരു സ്ഥാപനമാണല്ലോ. അതെങ്കിലും രൂപകൽപ്പന ചെയ്യാൻ MA ബേബിക്കായി. എന്നാൽ മറ്റേ രണ്ടുപേരോ AK ബാലനും സജി ചെറിയാനും ഫെസ്റ്റിവൽ ആസ്ഥാനം ചിത്രാഞ്ജലിയിൽ വേണോ കിൻഫ്രയിൽ കഴക്കൂട്ടത്ത് കിൻഫ്രയിൽ വേണോ എന്നും സാംസ്കാരിക ക്ഷേമനിധിയിൽ 1000 രൂപ തോന്നുമ്പോൾ കൊടുത്തിരുന്നത് കൂട്ടി 4000 രൂപയാക്കി. അത് AK ബാലൻ സഖാവിൻ്റെ മിടുക്കല്ല, സാംസ്കാരിക ക്ഷേമനിധി ചെയർമാനായി P ശ്രീകുമാർ വന്നതിൻ്റെ മിടുക്കായിരുന്നു. നമ്മൾ ഉള്ള പോലെ പറയണമല്ലോ. ഞാൻ ആ P ശ്രീകുമാർ ചെയർമാനായിരിക്കുന്ന കാലത്താണ് 5 വർഷക്കാലം ഞാൻ സാംസ്കാരിക ബോർഡ് ഡയറക്ടറായിരുന്നത്. സജി ചെറിയാൻ 5 വർഷമായി, അല്ലെങ്കിൽ 5 വർഷം കൂടി P ശ്രീകുമാറിന് തുടരട്ടെ എന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന പെൻഷൻ 4000 എന്നത് 5000 എങ്കിലും P ശ്രീകുമാറാക്കിന്. എന്നെ ഒന്നും ഡയറക്ടർ ബോർഡിൽ എടുക്കണ്ട പോട്ടെ. പക്ഷേ P ശ്രീകുമാറിനെ തന്നെ ചെയർമാനാക്കി നീട്ടിക്കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹം 4000 എന്നുള്ളത് ഉറപ്പായിട്ടും 5000, ഏറ്റവും കുറഞ്ഞത് 5000 രൂപയെങ്കിലും ആക്കിയനെ, മുടക്കമില്ലാതെ കൊടുക്കുകയും ചെയ്തനെ. അത് വേണ്ട, അദ്ദേഹത്തെ മാറ്റി മധുപാലിനെ പ്രതിഷ്ഠിച്ചു. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 5 രൂപ കൂട്ടാനോ കഴിഞ്ഞ 5 വർഷം കൊണ്ട് മധുപാലിന് കഴിഞ്ഞില്ല. തീവ്രമായ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും വന്ന P ശ്രീകുമാർ വേണ്ട, ഒന്നും ചെയ്യാത്തവർ മതി എന്ന് സജി ചെറിയാൻ തീരുമാനിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. 80-85 കോടി KSFDCക്ക് കിഫ്ബി വഴി കൊടുത്തു. ഷാജിയൻ കരുൺ ആ കാശ് കോൺക്രീറ്റ് വനം കെട്ടാൻ ഉപയോഗിച്ചു. തിരുവല്ലക്കുന്നിൽ മൊത്തം കോൺക്രീറ്റ് കുഴിച്ചിട്ടു. അദ്ദേഹം ഒരു വലിയ സംവിധായകനാണ്, പക്ഷേ ഒരു കലാബോധവും ഇല്ലാത്ത മനുഷ്യനായിരുന്നു എന്ന് അദ്ദേഹം ചിത്രാഞ്ജലിയിലെ ഡെവലപ്മെൻറ്റ്സ് തെളിയിച്ചു വന്നു. ഒരു റെയിൽവേ സ്റ്റേഷനോ ഒരു എയർപോർട്ടോ ഒരു 4 കെട്ടോ ഒരു 8 കെട്ടോ ഒക്കെ ഈ പറഞ്ഞ കോടികൾ കൈ കിട്ടിയപ്പോൾ ഷാജിയൻ കരുൺ ചെയ്തിരുന്നെങ്കിൽ KSFDCക്ക് മാസം ലക്ഷങ്ങൾ കിട്ടിപ്പോകുമായിരുന്നു. അതിനാൽ അതൊക്കെ ഭരണത്ത് വെച്ചു, വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. വിമാനം ചിത്രീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വിമാനത്തിനകത്തെ കാഴ്ചകൾ ചിത്രീകരിക്കണമെങ്കിൽ തെലുങ്ക് നാട്ടിൽ രാമോജി ഫിലിം സിറ്റിയിൽ പോകാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ പറഞ്ഞു വെച്ചു സിനിമാക്കാരോട്. നിങ്ങൾക്ക് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ ഷൂട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രാമോജി ഫിലിം സിറ്റി പോകുന്നേ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയാം, ഒരു സിനിമാ മന്ത്രി പറയാമോ? ചിത്രാഞ്ജലിയിൽ ചെയ്യാമായിരുന്നു, പക്ഷേ ചെയ്തില്ല. ചലച്ചിത്ര അക്കാദമിയിൽ നമ്മുടെ രഞ്ജിത്തിനെ വെച്ച് അദ്ദേഹം കാണിച്ച പൊല്ലാപ്പുകൾ പറഞ്ഞ് എന്തായാലും ഞാനിനി ശവത്തി കുത്തുന്നില്ല. കുളമാക്കാവുന്ന അത്ര രഞ്ജിത്ത് കുളമാക്കി. ഒടുവിൽ രാജിവെച്ച് പോകേണ്ടിയും വന്നു. സജി ചെറിയാൻ വെച്ച അക്കാദമി GC മെമ്പർമാർ തന്നെ ഉദ്യോഗസ്ഥരോടൊപ്പം കൂടി രഞ്ജിത്തിനെ ഞെരുക്കി 1 ഇഞ്ച് നടക്കാൻ പറ്റാത്ത രീതിയിലാക്കി കളഞ്ഞു. സജി ചെറിയാൻ ഇതൊക്കെ അറിഞ്ഞിട്ടും മിണ്ടിയതേയില്ല. വൈസ് ചെയർമാനായി 4 വിപ്ലവ സൂക്തങ്ങൾ ഫേസ്ബുക്കിൽ കുറിച്ച പ്രേംകുമാറിനെ വെച്ചു. അദ്ദേഹം ആ സമയത്ത്, ഇപ്പോഴൊന്നുമില്ല, അദ്ദേഹം വൈസ് ചെയർമാൻ ആകുന്ന കാലത്ത് അദ്ദേഹം തുടരെ ഇടതുപക്ഷ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് സൂക്തങ്ങൾ എഴുതി വിടുമായിരുന്നു ഫേസ്ബുക്കിൽ. എത്രയോ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാർ കലാകാരന്മാരായി ഉള്ളപ്പോൾ പ്രേംകുമാർ എന്ന വന്നൊട്ടിയെ, അല്ലെങ്കിൽ കള്ള കമ്മ്യൂണിസ്റ്റിനെ വച്ചു വാഴിച്ചു ആര്? സജി ചെറിയാൻ. രഞ്ജിത്ത് രാജിവെച്ചപ്പോൾ എന്നാൽ അപ്പിയും പൊയ്ക്കോ എന്ന് പറഞ്ഞില്ല ലംബപ്രമനോട് സജി ചെറിയാൻ. അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, നിങ്ങളുടെ ചെയർമാൻ രാജിവെച്ചല്ലോ, അപ്പിയും പോ, ഞങ്ങൾ വേറെ ആളെ എടുക്കാമെന്ന് പറയുന്നത് ഇന്നത്തെ പൊല്ലാപ്പുണ്ടാവില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അത് ചെയ്തില്ല. വന്നിട്ടുകളാണല്ലോ ഇപ്പോൾ എൻ്റെ പാർട്ടിക്ക് ഇഷ്ടം. ഒരു ഘട്ടം കഴിയുമ്പോൾ അവർ വച്ചവൻ്റെ തലയിൽ കയറിയിരുന്ന് തൂറും. നിങ്ങൾ ആരെ വേണം എടുത്ത് നോക്കൂ, അങ്ങനെ ചെയ്യൂ, എന്നാലും പഠിക്കില്ല എന്നുള്ളതാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനായ മഹേഷ് പഞ്ചുവിനെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ആട്ടി പുറത്താക്കിയിട്ടല്ലേ വിട്ടത്? ഈ പ്രേമനേക്കാൾ മോശമായിട്ടല്ലേ മഹേഷ് പഞ്ചുവിനെ പുറത്തു വിട്ടത്? അയാൾ DYFയിലും SFIയിലും പാർട്ടിയിലും ഒക്കെ പ്രവർത്തിച്ച AKG സെൻറ്ററിൽ ഇരിക്കുന്ന നാട്ടിലെ പാർട്ടി പ്രവർത്തകനാണ്.
അയാൾ പുറത്താക്കുകയാണ് ചെയ്തത്. ആര്? പിണറായി വിജയനും AK ബാലനും കൂടി. എന്തിനാ പുറത്താക്കിയത്? പരസ്യമായി അക്കാഡമി ബോർഡ് വെച്ച സ്വന്തം കാറിൽ കയറ്റി അക്കാഡമി കൊടുത്ത ഫ്ലാറ്റിൽ 1 വർഷം ഒരു പെണ്ണിനെ കിടത്തിയ ഒരു ബോർഡിനെ ചെയർമാനാക്കി, ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനാക്കി നിലനിർത്തി. അയാളുടെ പെണ്ണുപിടി തെളിവടക്കം കൊടുത്ത പഞ്ചുവിനെ പുറത്താക്കി. അജോയ് ചന്ദ്രൻ എന്ന് പറഞ്ഞ അടുത്തൊരാളിനെ, എന്താ പറയുക, മന്ത്രി AK ബാലൻ അവിടെ പ്രതീക്ഷിച്ചു. വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ഈ പെണ്ണുപിടിയൻ, ഞാൻ ഇപ്പോൾ ഉറപ്പ് പറയുന്നു നിങ്ങളോട്, ഈ പെണ്ണുപിടിയൻ മുസ്ലിം ലീഗിൻ്റെ നോമിനിയായി അക്കാഡമി ചെയർമാൻ ആകും വീണ്ടും. അത്ര ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ പെണ്ണുപിടിയൻ. മഹേഷ് മഞ്ജു പാർട്ടി വിരുദ്ധനുമായി. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസം. ലംബോ പ്രേമൻ ഉത്തമ കമ്മ്യൂണിസ്റ്റായി രഞ്ജിത്തിൻ്റെ ചെയർമാൻ പോസ്റ്റ് ചുമതല ഏറ്റെടുത്തു. 10,000 ഉലുവയാണ് പ്രേമൻ്റെ ശമ്പളം. മനസ്സിലായോ? സെക്രട്ടറി, ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമിയിലെ ഡ്രൈവർ 50,000-ന് മുകളിൽ ശമ്പളം വാങ്ങിക്കുമ്പോൾ, ആ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ്റെ ചുമതലക്കാരന് കിട്ടുന്നത് 10,000 കുലുവയായിരുന്നു. നാണമുണ്ടോയെന്ന് ആലോചിച്ച്. ഞാനായിട്ടായിരുന്നെങ്കിൽ പ്രേമൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ വലിച്ചെറിഞ്ഞിട്ട് പോയാലേ. 10,000 കുലുവയാണ് കൊടുക്കുന്നത് ശമ്പളം. പേരെന്താ? വൈസ് ചെയർമാൻ്റെ ചുമതലയും വൈസ് ചെയർമാനും. എന്നാലും കൗശലക്കാരനായ ലംബോ പ്രേമൻ മുഖ്യമന്ത്രിയെയും സാംസ്കാരിക മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ ബൗദ്ധിക പ്രസംഗങ്ങൾ നടത്തി അക്കാദമി ഭരിച്ചു. നല്ല കൗശലക്കാരനാണ് പ്രേമൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ തിരക്കഥ എഴുതി അസോസിയേറ്റ് ചെയ്ത കുഞ്ഞമ്മയും കൂട്ടുകാരിൽ ഒരു ഗസ്റ്റ് വേഷം പോലും ഞാൻ വിളിച്ചതിൻ്റെ പേരിൽ വന്ന് ചെയ്ത ആളാണ് പ്രേമൻ. നല്ല സുഹൃത്താണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ചാൽ ഒരുപാട് നേരം പല കാര്യങ്ങളും സംസാരിക്കുന്ന ആളാണ്. പക്ഷേ പ്രേമൻ തല്ലുകളിൽ തന്നെ കാണിച്ചാൽ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ദോഷം പറയരുത്. കിട്ടിയ സമയം പ്രേമൻ നന്നായി ഭരിച്ചു. ജനകീയനാകാൻ വേണ്ടതൊക്കെ അയാൾ ചെയ്തു. അക്കാഡമി ചെയർമാൻ്റെ ഭാരം രഞ്ജിത്തിനെ പോലെ പ്രേമൻ ആളുകളുടെ മെക്കിട്ട് കയറാൻ ഉപയോഗിച്ചതേയില്ല. ഉള്ളതുള്ളതുപോലെ പറയണമല്ലോ. ഒരു ഫിലിം ഫെസ്റ്റിവലും ഒരു ചലച്ചിത്ര അവാർഡും ലംബോ പ്രേമൻ്റെ നേതൃത്വത്തിൽ ഭംഗിയായിട്ട് ഇവിടെ നടത്തി. ആളുകളുടെ കയ്യടി വാങ്ങി പ്രേമൻ. അപ്പോൾ സജി ചെറിയാനാണോ, സാംസ്കാരിക സെക്രട്ടറിക്കാണോ, അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണോ ഒരു തോന്നൽ വന്നു, കമ്മ്യൂണിസ്റ്റ് നാട്യങ്ങൾ മാത്രമുള്ള പ്രേമൻ നമ്മുടെ ചെവി കടിക്കല്ലേ എന്നൊരു സംശയം. പണത്തിനായി, അല്ല പണി നന്നായി മേശരി, നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞ കണക്ക് പ്രേമന് ഒരു മുട്ടം പണി കൊടുക്കാൻ തീരുമാനിച്ചു. ആരെന്ന് ഇപ്പോഴും വ്യക്തതയില്ല. കാരണം സജി ചെറിയാൻ എന്തൊക്കെ പറഞ്ഞാലും ഒരു ദ്രോഹിയൊന്നുമല്ല. ഇത് പാർട്ടി തന്നെ ആയിരിക്കും പറഞ്ഞത്. അയാളുടെ അടുത്ത് കളഞ്ഞരേന്ന് ചെവി തൂക്കിയെടുത്ത് വെളിയിടെന്ന് പറഞ്ഞത് പാർട്ടി തന്നെ ആയിരിക്കും. അല്ല, സജി ചെറിയാൻ അതൊന്നും ചെയ്യില്ല. നമ്മൾ ആരെ വിമർശിച്ചാലും അവർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം.